ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചന മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചന അറിയാലോ, വെളുത്ത കടല. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് ചന തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ രാവിലെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരു 20 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഇത് വേവിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഞാൻ സെപ്പറേറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഇനി ഇതിലേക്ക് 2 പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ 2 വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർക്കണം. പിന്നെ ഞാനൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് സ്പൈസിനെസ് ഇത്ര വേണ്ടെങ്കിൽ കുറക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് അത് വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കണേ. ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിങ്ങനെ വഴന്ന് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 തക്കാളി മിക്സിയിലൊന്ന് ജ്യൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വരണം. ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഓയിൽ റിലീസായിട്ട് വരും. അതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് യോജിച്ച് ഒന്ന് കുറുകി വരണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ വേവിച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കുകയാണ്. ജീരകം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി വഴച്ചുമ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, വറുത്ത് പൊടിച്ചതില്ലെങ്കിൽ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ആ ചാറും കടലയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് വരണം. ഞാനിപ്പോൾ അധികം ഗ്രേവി പ്രിഫർ ചെയ്യുന്നില്ല. നല്ല തിക്കായിട്ടുള്ളൊരു മസാല ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഓഫ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി നല്ലൊരു മസാല പരുവം, നല്ല കുഴഞ്ഞ പരുവമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ കസൂരി മേത്തി അറിയാലോ, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണോ, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബട്ടൂരയുടെ കൂടെയൊക്കെ വളരെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ഗീ കൂടി ചേർക്കുന്നുണ്ട്. അവർ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ ചന ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ചന നന്നായിട്ട് വേവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് വിനീഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.